2 വർഷം ഞാൻ എടുത്തു എൻ്റെ ബാക്ക് ടു ലൈഫിലേക്ക് തിരിച്ചു വരാൻ. അതെൻ്റെ വീട്ടുകാർക്കും അറിയില്ല കാര്യമൊന്നും. ഞാൻ സൂയിസൈഡ് ചെയ്യുന്നൊരു പോയിന്റ് വരെ എത്തി, കൈയൊക്കെ മുറിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലായിപ്പോയി. ഞാൻ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ എത്തി. അങ്ങനെ എത്തി പുള്ളിക്കാരത്തി ആണ് എന്നെ ഇങ്ങനെ ബാക്ക് ടു ലൈഫിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഇനി ആരെയും വിശ്വസിക്കരുതെന്ന് തോന്നിയൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ആരെയും വിശ്വസിക്കരുത്, പറയുന്നുണ്ടെന്ന് തോന്നരുത് കേട്ടോ. ബോയ്സിനെ ആരും വിശ്വസിക്കരുത്, എല്ലാവരും ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യും. ഞാൻ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യും ആൾക്കാരെ, ഭയങ്കര ട്രസ്റ്റ് ഉള്ളൊരു പേഴ്സണാണ്. കുറേ ഫിനാൻഷ്യൽ ലോസസ് വന്നു. സ്റ്റിൽ ഇപ്പോഴും ഞാൻ അത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇതിന്. ഇപ്പോഴും എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഇതൊന്ന് നിർത്തിപ്പോവാന്ന്. പക്ഷെ ഞാൻ കുറേ ഇൻ്റർവ്യൂവിലൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മൾ കുറേ സഫർ ചെയ്താണ് ഇവിടം വരെ എത്തിയത്. ചില ആൾക്കാർ വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പം നമ്മൾ ഓക്കെ ശരി, അപ്പോൾ ആ വർക്കിന് പോയി കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും, ഈ വർക്കിന് പോയി കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും, അത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഈ ലോൺ എടുക്കാം, ആ ലോൺ എടുക്കാം, അവർക്ക് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴേക്കും ആടാ അത് വർക്ക് പോയട്ടോ, അത് ക്യാൻസലായി പോയട്ടോ എന്ന് പറയും. നമുക്ക് ഭയങ്കര വിഷമാകും. കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുള്ള കാരണം കൊണ്ട് മാത്രം പോയിട്ടുണ്ട് ആൾക്കാര്. വള്ളി പിടിക്കൽ എനിക്കൊരു വീക്ക്നെസ്സാ. ഈ നമ്മുടെ റീലിലൊക്കെ ഇങ്ങനെ ആൾക്കാർ മെൻഷൻ ചെയ്യാൻ പറയുമല്ലോ, മെൻഷൻ ടാഗ് വള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെൻഷൻ ചെയ്യും. പിന്നെ വള്ളി പിടിക്കൽ എന്താന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാ. ക്യാമിനകത്ത് പെട്ടിട്ടൊന്നുമില്ല. എന്നിങ്ങനെ ആപ്പുകളുടെ പ്രൊമോഷനും പിന്നെ മറ്റേ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ മറ്റേ ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ നല്ല എനിക്ക് തോന്നുന്നു 1 lakh വരെ ഓഫർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഹൗസ് ലൈഫ് ഓക്കെ ഗുഡ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അതിൻ്റെ ആ ഒരു ജേണിയൊക്കെ എങ്ങനെയായിരുന്നു? ജേണി പറയാനാണെങ്കിൽ ഞാനൊരു 6 years ബാക്ക് ഞാൻ ഇതിൽ വന്നതാണ്. ബട്ട് എൻ്റെ പ്രൊഫഷൻ ഇതല്ല, ഞാനൊരു ഫാർമസി അസിസ്റ്റൻ്റ് ആണ്. 3 year ഞാൻ വർക്ക് ചെയ്തു. നമ്മുടെ പാലാരിവട്ടത്തുള്ള റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഫാർമസി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. ആ ടൈമിൽ എപ്പോഴും ഒരു ആക്ടിങ് പ്രാന്ത് ഉണ്ടായിരുന്നു, ടിക്ടോക്ക് ചെയ്യായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു ആഗ്രഹം മൂത്തിട്ട് മറ്റേ നൈറ്റ് ടൈമിൽ ഡ്യൂട്ടി ടൈമിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് കിട്ടുമ്പോൾ ഉറങ്ങാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ടിക്ടോക്കൊക്കെ ചെയ്ത് ചെറിയൊരു ഭ്രാന്തൊക്കെ മൂത്തു. അപ്പോഴാണ് 3 Idiots മീഡിയയിലെ ഒരു ഓഡീഷൻ കണ്ടത്. അപ്പം അങ്ങനെ അവിടെ അറ്റൻഡ് ചെയ്തു, കിട്ടി. എന്തോ ദൈവഭാഗ്യം കൊണ്ട് കിട്ടി, അങ്ങനെ ഇവിടം വരെ എത്തി. അപ്പോൾ ഒരു ബെറ്റർ പ്രൊഫഷൻ, അതായത് സ്ഥിരമായിട്ട് ഒരു വരുമാനം കിട്ടുന്ന പ്രൊഫഷനിൽ നിന്ന് ആക്ടിങ് പാഷനിലേക്ക് എത്തിയപ്പോൾ എന്തായിരുന്നു പാരൻസിൻ്റെയും ഫാമിലിയുടെ ഒക്കെ ഒരു റെസ്പോൺസ്? ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ നോട്ട് ഈസി. ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് എന്നാലും അത്യാവശ്യം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കത് ഫിക്സഡ് സാലറി ആയിരുന്നല്ലോ, റിനൈ മെഡിസിറ്റിയിൽ വെച്ചിട്ടത് ഫിക്സഡ് സാലറി ആയിരുന്നു. മന്ത്ലി നമുക്ക് സാലറി ഇൻകം കിട്ടും, ബട്ട് ലൈഫ് ഇല്ലായിരുന്നു. രാവിലെ ജോലിക്ക് പോകുന്നു, രാത്രി തിരിച്ചു വരുന്നു, വീണ്ടും രാവിലെ ഇത് റിപ്പീറ്റ്, ഡെയിലി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എങ്ങനെയെങ്കിലും അതിൽ നിന്നൊരു മോചനം കിട്ടണമെന്ന് തോന്നി. ഞാൻ വീട്ടിൽ പറയാതെയാണ് ഞാൻ 3 Idiots മീഡിയയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആക്ച്വലി ഞാൻ എൻ്റെ ഇൻചാർജ് ഉണ്ടായിരുന്നു, ഫാർമസിയുടെ ഇൻചാർജ്. പുള്ളിക്കാരത്തി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആക്ടിങ് പാഷനും പിന്നെ നമ്മളെല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഞാനാണെങ്കിൽ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, എപ്പോഴും ഇങ്ങനെ മറ്റിങ്ങനെ ഓടി ഓടി നടക്കും. അങ്ങനത്തെ ഒരു പേഴ്സൺ, എനിക്ക് അടങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ മാമിന് എന്നെ ഭയങ്കര കാര്യമാണ്. ഞാൻ മാമിനോട് പറഞ്ഞു, മാം എനിക്ക് ഇങ്ങനെ ഒരു ആക്ടിങ് പാഷനുണ്ട്, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇത് കണ്ടു, ഞാൻ പോയി അറ്റൻഡ് ചെയ്തോട്ടേന്ന് പറഞ്ഞു. ഓഡീഷൻ്റെ ഒരു ഇത് കണ്ടു അറ്റൻഡ് ചെയ്തോട്ടേന്ന് പറഞ്ഞു. അപ്പം മാം പറഞ്ഞു എന്നാൽ ശരി, എന്നാൽ പോയി അറ്റൻഡ് ചെയ്തു, ലീവ് വരാമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഹാഫ് ഡേ ലീവ് വന്നു അറ്റൻഡ് ചെയ്തു. ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് 2nd round ഓഡീഷൻ ഉണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു 30 ആൾക്കാരുണ്ടായിരുന്നു. ഗേൾസിന് മാത്രമായിട്ടൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ 30 പേരിൽ 3 പേരെ സെലക്ട് ചെയ്തു, അതിലൊരാളായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് 2nd round ഓഡീഷന് പോയി. അപ്പോൾ അതിനകത്തുനിന്ന് ഒരാളെ സെലക്ട് ചെയ്തു, ഒറ്റ സെലക്ട് ചെയ്തോളൂ, അത് ഞാനായിരുന്നു. എന്നിട്ടും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, ഞാൻ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഞാനിങ്ങനെ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഇത്രയും വരുമാനം കിട്ടുന്നൊരു ജോലിയല്ല, അത് കളഞ്ഞിട്ട് എന്തിനാ ആക്ടിങ്ങിലേക്ക് പോകുന്നു, അത് ലൈഫ് സെറ്റാക്കോ. പിന്നെ വീട്ടുകാർക്ക് പപ്പയ്ക്കൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു, കുറച്ച് ബാക്ക്വേർഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതായത് ആക്ടിങ് ഒക്കെ ചെയ്ത അത് ഇങ്ങനത്തെ ആൾക്കാരാണ്, നമ്മളെ സമൂഹം ഇങ്ങനെ കാണും, ആൾക്കാർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയും എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു പപ്പ. പക്ഷെ എന്നാൽ പോലും വീട്ടിൽ ഞാനാണ് ഈ മറ്റേ ഒരു വഴിയെ സഞ്ചരിച്ചിട്ട് ഇങ്ങനെ മാറി സഞ്ചരിക്കുന്ന ഒരു പേഴ്സൺ ഇല്ലേ, എൻ്റെ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. റിബലായിരുന്നു. അതെ, എല്ലാവരും ഇങ്ങനെ
പാരൻസ് പറയുന്ന രീതിയിൽ പോകും, ഞാൻ മാത്രം വഴി തെറ്റി സഞ്ചരിക്കും. പിന്നെ അവർക്കറിയാം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പിടിക്കുന്ന മുയലിന് 5 6 കൊമ്പൊക്കെയാണെന്ന്. അതുകൊണ്ട് അങ്ങനെ ഒന്നും പറയാറില്ല. പക്ഷെ പറയും, ഒരു 2 3 പ്രാവശ്യം പറയും. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും, എൻ്റെ തീരുമാനമാണ് വലുതെന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. അത് എപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? കാലം മാറി, എനിക്ക് ആക്ടിങ് ആണ് ഇഷ്ടം, എനിക്ക് ഇതിലായിരിക്കും കുറച്ച് സമാധാനം കിട്ടുന്നത്, ഞാൻ ജസ്റ്റ് 1 ഇയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ ഇവിടെ ആണെങ്കിൽ 3 Idiots മീഡിയയിലാണെങ്കിൽ അത് ഡെയിലി മറ്റേ 9 to 5 ജോബായിരുന്നു. അപ്പോൾ ഫിക്സഡ് സാലറി ഉണ്ടായിരുന്നു. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഞാൻ റിനൈന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ സാലറി 20 അറൗണ്ട് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊരു എത്രയായിരുന്നു, 21 ആയിരുന്നു റിനയിൽ. ഞാൻ ഇവിടെ വരുമ്പോൾ 20 ആയി. 1 കുറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല വീട്ടിൽ സെയിം സാലറി തന്നെയെന്ന് പറഞ്ഞു. ആദ്യം ഭയങ്കര വലിയ എതിർപ്പൊക്കെ ആയിരുന്നു, ഫാമിലിയിലായാലും ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനൊക്കെ പിന്നെ പറയേ വേണ്ട, അച്ചാതി എതിർപ്പായിരുന്നു. പക്ഷെ രണ്ടും കൽപ്പിച്ച് ഞാൻ വന്നു. ഇപ്പോൾ പാരൻസിന് എന്താ തോന്നുന്നത്? ഒന്നും പറയാനില്ല. സന്തോഷമാണെന്നും പറയാനില്ല, മോശമാണെന്നും പറയാനില്ല. സന്തോഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ പറയും, അയ്യോ മോളുടെ മറ്റേ വീഡിയോ കണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നേ, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, അവിടെ കണ്ടു ഇവിടെ കണ്ടു, ഭയങ്കര ഇതാന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ കണ്ടു എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊരു ഭയങ്കര അഭിമാനമാണ്. പക്ഷെ ഫിനാൻഷ്യൽ കാര്യം നോക്കുമ്പോൾ മറ്റേതായിരുന്നു നല്ലതെന്ന് ഇപ്പോഴും പറയും. അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. ഈ ഹോസ്പിറ്റലിലെ ജോബ്, ആ ഒരു പ്രൊഫഷൻ സ്വന്തം ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്തതാണോ അതോ പാരൻസിൻ്റെ തന്നെ ഇഷ്ടമായിരുന്നു? അല്ല, അത് ഞാനുണ്ടല്ലോ പഠിക്കുന്ന കാലം മുതൽ ഭയങ്കര വീക്കാണ്. എനിക്ക് പഠിക്കാൻ പറ്റുമെന്നില്ല, എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല. സത്യം പറഞ്ഞാൽ വീട്ടിൽ ഞാനും ചേച്ചിയാണ്. ചേച്ചി നന്നായിട്ട് പഠിക്കും, ജസ്റ്റ് വായിച്ചാൽ തന്നെ നന്നായിട്ട് അവൾ എക്സാമിനൊക്കെ ഫുൾ മാർക്കൊക്കെ ആയിരിക്കും. ഞാൻ തലകുത്തി നിന്നാലും എനിക്ക് മുട്ടപ്പൂജയായിരിക്കും. എൻ്റെ പേപ്പറിൽ മാത്രം 0. ഭയങ്കര തലകയറും. സ്കൂളിലൊക്കെ ഭയങ്കര ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ഇല്ലേ, ശരിക്കും ഞാനതാ. എനിക്ക് തോന്നുന്നു സ്കൂളിൽ ടീച്ചേഴ്സ് തന്നെ കൂടുതൽ ആമ്പിള്ളേരുടെ കൂടെ ഇരുത്താറ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തേയില്ല. മറ്റേ പാരൻസ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് എന്നും ഇങ്ങനെ തലകുനിച്ചിരിക്കേണ്ട അവസ്ഥയെ വന്നിട്ടുള്ളൂ. വേറെ ഒന്നുമല്ല, മോളെപ്പം നോക്കിയാലും വർത്താനം പറയും, ഇതിൻ്റെ വായ അടങ്ങിയിരിക്കൂല, ഇതിന് ഏത് കാലത്താണ് ഉണ്ടാക്കിയത്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ടീച്ചേഴ്സ്. പിന്നെ ഇതൊക്കെ എന്ത് കാര്യത്തിന് ഇങ്ങോട്ട് വന്നത്, പഠിക്കാനാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടുകാരത് കേട്ട് വന്നതുകൊണ്ട് അവർക്കറിയാം ഇത് പഠിച്ചിട്ടൊന്നും ഒരിടത്ത് എത്താൻ പോകുന്നില്ല എന്ന്. പിന്നെ സ്പോർട്സ്, ആർട്സ്, ഡാൻസ് അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഞാൻ എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്. സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ക്ലാസ് കട്ട് ചെയ്തിട്ടാണെങ്കിലും ഞാൻ പോകും. ക്ലാസ് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ പഠിക്കാൻ കഴിയില്ല, പിന്നെ അതിലെങ്കിലും പോകാമല്ലോ എന്ന് വിചാരിച്ച് ഫുൾ മറ്റേ സ്പോർട്സിലായിരുന്നു ഫുള്ള്. അപ്പോൾ വീട്ടുകാർക്ക് അന്നേ ഇതുണ്ട്, മൂത്ത മോളെ ഇന്നൊരു പൊസിഷനിലെത്തും, ഇത് ഒരിടത്ത് എത്തൂല, ഇങ്ങനെ നിൽക്കുമെന്ന് അറിയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതെങ്കിൽ അത് പോട്ടേന്ന് വിചാരിച്ചു. പിന്നെ +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടേ ചേർക്കണം, ജോലി കിട്ടുന്നൊരു എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുന്ന എത്തിക്കൊടുക്കണം, എന്നാലും പെങ്കൊച്ചും കൂടിയല്ലേ. അപ്പോഴേക്കും എന്താ പറയുക, ഇങ്ങനെ ഒരു കോഴ്സിൻ്റെ കാര്യം കേട്ടു. അങ്ങനെ മറ്റേ മെഡിക്കൽ കോഴ്സാണ്, ജസ്റ്റ് 2 ഇയേഴ്സേ ഉള്ളൂ എന്നും പറഞ്ഞ് കേട്ടു. അത്യാവശ്യം ജയിച്ച് പോകുമെന്ന് എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ് കേട്ടു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു എന്നാൽ കുറച്ച് പൈസ മുടക്കാം, ഗവൺമെൻറ്റിലൊന്നും കിട്ടാൻ പോകുന്നില്ല, കുറച്ച് പൈസ മുടക്കാം, എന്നെ കൊണ്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നെ ഡോൺ ബോസ്കോയിൽ നഴ്സിംഗിന് ഇതിന് കൊണ്ടേ ചേർത്തു. ഫസ്റ്റ് ഇയർ ഞാൻ പൊട്ടിയായിരുന്നു, ഒന്നും പഠിക്കാനില്ല, പക്ഷേ എനിക്ക് പഠിക്കാനുള്ള കഴിയില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഇയർ മൊത്തം ഞാൻ പൊട്ടിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ ഞാൻ പേപ്പറൊക്കെ വെച്ച് എഴുതി ജയിച്ചിട്ട് പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസം തന്നെ എനിക്ക് ജോലി കിട്ടി. അത് ഭയങ്കര വലിയ സംഭവമായിരുന്നു. എന്നെ വീട്ടുകാരിങ്ങനെ ക്ലാപ്പ് ചെയ്തു. എങ്ങനെ ജയിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ജയിച്ചു. അവരെന്നെ ജയിപ്പിച്ചു വിട്ടാന്ന് തോന്നുന്നു, എന്നോട് പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട്. ഓക്കെ, നമ്മളെ ഈ കോണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങിയിട്ട് നമ്മളെ പുറത്തുള്ള ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ റെക്കഗ്നൈസ് ചെയ്ത ഒരു മെമ്മറബിൾ മൊമെൻ്റ് എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ 3 Idiots മീഡിയയിൽ വർക്ക് ചെയ്ത സമയത്താണല്ലോ കൂടുതൽ ആൾക്കാരെ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ലുലു, ഞങ്ങളെല്ലാവരും വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞിട്ട് 5-5:30 വരെ എന്തൊക്കെയായിരുന്നു ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ലുലുവിൽ പോകും, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തതായിരുന്നു ഉണ്ണിലാലു, ഷാരിക്ക്, അവരൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ മറ്റേ ലുലുവിൽ പോകും. എന്നിട്ട് ഇങ്ങനെ ചുമ്മാ ആരും അറിയാത്ത പോലേക്ക് ഇങ്ങനെയൊക്കെ നിൽക്കും, ജാടയൊക്കെ കാണിച്ച് നിൽക്കുമ്പോൾ ആ ചേച്ചി, ആ ചേട്ടാ അങ്ങനെയൊക്കെ പറയും. അത് അന്നത്തെ ആ ഒരു സ്റ്റാർട്ടിങ് മൊമെൻറ്റിലെ മെമ്മറി ആണെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കരിയറിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർക്ക് അത്യാവശ്യം എതിർപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മളെ നാണം കെടുത്തുന്നതും താഴ്ത്തി കിട്ടുന്നതും ഫാമിലി മെമ്പേഴ്സ് ആണ്. ഭയങ്കര എനിക്കൊന്ന് ഫ്രണ്ട്സ് പിന്നെയും എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യും, നമ്മൾ എന്ത് വൃത്തിക്കിടാന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ. പക്ഷെ ഫാമിലി അങ്ങനെയല്ല, മാക്സിമം നമ്മളിങ്ങനെ അടിച്ചമർത്താൻ പറ്റുമോ അത് എൻ്റെ ഫാമിലി മൊത്തം അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം
ഞങ്ങളെല്ലാവരും കൂടി ലുലുവിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എന്ത് എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ വന്നതാ. അങ്ങനെ വന്ന ടൈമിൽ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ എന്നെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. ഓ പിന്നെ നീ വലിയ മറ്റേ നടിയല്ലേ, അങ്ങനെ എപ്പോഴും എന്നെ കളിയാക്കും. പിന്നെ ഞാൻ ഇതിലെ കൂടി കേട്ട് ഇതിലെ കൂടി വിടും. ചില സമയത്ത് എൻ്റെ വായിന്ന് വല്ലതൊക്കെ വീഴും. അത് പിന്നെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർക്കും സ്ഥിരമാണ് അത് കേട്ട്, എനിക്കും സ്ഥിരമാണ് പറഞ്ഞ്. അങ്ങനെ ഒരു ദിവസം ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന സമയത്ത് ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പം ഞാനുണ്ട്, ആൻറ്റിയുണ്ട്, അനിയത്തിയുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ബില്ല് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴേക്കും പെട്ടെന്നൊരു കുട്ടി ഇങ്ങനെ ബില്ല് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആ ചേച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെയോ കണ്ടിട്ടുണ്ട്. എവിടെ? ചേച്ചി മറ്റേതല്ലേ? ഞാൻ മറ്റേതോ? ഏത് മറ്റേത്? അപ്പോൾ വീട്ടുകാരെല്ലാം അവിടെ എല്ലാവരും ഉണ്ട്. ഭയങ്കര സൗണ്ടില്ലേ, കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ എന്നോട് ചോദിച്ചു, ചേച്ചി മറ്റേ വീഡിയോസൊക്കെ ചെയ്യുന്നില്ലേ? അതെ, ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഞാൻ ഫോളോവേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പം ഞാൻ ഇവരുടെയൊക്കെ മറ്റേ ഇതൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. ഇത് കേട്ടപ്പോഴേക്കും ഞാൻ ഓക്കെ. അങ്ങനെ ഫാമിലിൻ്റെ മുമ്പിൽ വെച്ചാൽ കുറേ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത് അതെനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയും, അയ്യോ ഇവളുടെ കൂടെ പുറത്ത് പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ തിരിച്ചറിയും, കുറേ പേര് സെൽഫിയൊക്കെ എടുക്കാൻ വരുമെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്കൊരു ഗോസ്ബം, ഒരു കുളിർമയാണ്. ഓക്കെ, ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ കൂടാതെ തന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ്സും കൂടെ തുടങ്ങിയിട്ടുണ്ടല്ലോ. കോണ്ടന്റ് ക്രിയേഷനിൽ നിന്ന് അത്രയും വരുമാനം ഇല്ലയെന്ന് കരുതിയിട്ടാണോ ബിസിനസ് തുടങ്ങിയത്? അല്ല, ആക്ച്വലി എനിക്ക് എപ്പോഴൊക്കെയോ ആക്ടിങ്ങിൻ്റെ കൂടെ തന്നെ എപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടെന്ന്, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഓർണമെന്റ്സിൻ്റെ ഒരു ബിസിനസ് ചെയ്യാൻ. അത് ഓർണമെന്റ്സ് ഒക്കെ ഭയങ്കര ട്രെൻഡ് ആയതിനു മുമ്പ്, ഇപ്പോഴാണല്ലോ എല്ലാവരും തട്ടിനും മുട്ടിനൊക്കെ ബിസിനസ്. അപ്പം അതിന് മുമ്പേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഓർണമെന്റ്സിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കഫേ ഇടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവരാരും പിന്നെ കഫേ നിനക്ക് എന്താ വട്ടാണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുച്ഛിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 ഇയർ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറയുന്നത്, എടി എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. ഓക്കെ ശരിയെന്ന് പറഞ്ഞു. ഞാനും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടിയിട്ടാണ് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ ഇതിൽ നിന്ന് വരുമാനം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, കൂടുതലും അവരുടെ ഇൻഫ്ലുവൻസാണ്. ചേച്ചിയായിരുന്നു ഭയങ്കര സപ്പോർട്ട്, ചെയ്യാമെന്നും പറഞ്ഞിട്ട്. ആക്ച്വലി ബിസിനസ് നോക്കുന്നത് മൊത്തം അവരാണ്, ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു പില്ലർ മാത്രമാണ്. ഈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പേഴ്സൺ മാത്രമാണ്. കൂടുതൽ ബിസിനസ് നോക്കുന്നത് ചേച്ചി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആക്ടിങ് ആണ് ആൻസിയുടെ പാഷൻ. ഈ ഇപ്പോൾ സൂര്യ കോമഡി വരെ എത്തി നിൽക്കുകയാണ്. അക്കൗണ്ട് മൊത്തം അരിച്ച് വരക്കില്ല, അതാണല്ലോ നമ്മുടെ ജോലി. അപ്പോൾ അടുത്തത് സിനിമയാണോ ലക്ഷ്യം? ഓഫ് കോഴ്സ്, നമുക്ക് ആക്ടിങ് പാഷനായിട്ടുള്ള എല്ലാവരുടെയും ഭയങ്കര ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. പക്ഷേ എന്താ പറയുക, അതിനകത്തേക്ക് എത്താൻ 6 വർഷമായി ഞാൻ കിടന്ന് ട്രൈ ചെയ്യുന്നു, എത്തുന്നില്ല. ബട്ട് വൺ ഡേ ഞാൻ എത്തും എന്നെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. കാരണം ആദ്യം എനിക്ക് എൻ്റെ ആക്ടിങ്ങിൽ വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ആൾക്കാർ നല്ലത് പറയുമെങ്കിലും അത് നല്ലതാണോ എന്ന് ഞാൻ തന്നെ തിങ്ക് ചെയ്യുമായിരുന്നു. പിന്നെയാണ് ഓരോ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത്, ചില ഡയറക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട്, ഷോർട്ട് ഫിലിമിൻ്റെയൊക്കെ ആൾക്കാർ വിളിച്ചിട്ട്, എടാ എൻ്റെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ചെയ്യാൻ നീ ആപ്റ്റാണ്, നിൻ്റെ ആ ഒരു ഇത് പ്രസൻസ് അത് കൊള്ളാം, അല്ലെങ്കിൽ കോമഡി കൊള്ളാം എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് ആണ് ഓക്കെ ശരി എന്നെക്കൊണ്ട് പറ്റും, ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയ മൊമെൻറ്റിലാണ് ഞാനും ശരി എന്നൊന്ന് സിനിമയിലേക്ക് പോവാം. ഇത്രയും നാളെ എനിക്ക് തോന്നുന്നു ഒരു 2 ഇയർ ബാക്ക് വരെയും, അല്ല 1 ഇയർ ബാക്ക് വരെ എനിക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു സിനിമയിൽ കയറാൻ പറ്റുമായിരിക്കും, ആരെങ്കിലും എന്നെ കണ്ട് വിളിക്കുമായിരിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടെന്നല്ലാതെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഓഡീഷനൊന്നും പോയിട്ടൊന്നുമില്ല, എനിക്ക് പേടിയാണ്. ഓഡീഷനൊന്നും പോയിട്ടൊന്നുമില്ല. ക്യാമറ വെച്ചിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറം ആൾക്കാരെന്ന് സംസാരിക്കുന്നത് ഓക്കെ, ഡയലോഗ് പറയുന്നത് ഓക്കെ, പക്ഷെ ഞാൻ ഓഡീഷന് പോകുമ്പോൾ ഒരു ക്യാമറ ഇങ്ങനെ വെക്കുന്നു, നമ്മൾ അവിടെ നോക്കി ഡയലോഗ് പറയുന്നു, ആ ഒരു സാധനം പേടി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് ഇനി മുന്നോട്ട് അങ്ങനെ ട്രൈ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. കിട്ടും, കാരണം ഏജ് ഇങ്ങനെ ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനു മുമ്പ് എനിക്കൊന്നും ഇത്രയും നാളും വല്ല ലവറായിട്ടോ ഫ്രണ്ടായിട്ടോ ഒക്കെ ആയിരിക്കും കിട്ടേണ്ടിയിരുന്നത്. ഇനി അങ്ങോട്ട് പോകുന്നത് പലപ്പോൾ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയമ്മയായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ലൈഫിൽ എനിക്ക് മറ്റേ ഷോർട്ട് ഫിലിമിലൊക്കെ ഇപ്പം എനിക്ക് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ. എന്നെ കണ്ട ചെറുപ്പാണെന്ന് തോന്നുമെങ്കിലും കുറച്ച് പ്രായമുണ്ട്. എത്ര വയസ്സുണ്ട്? പറയുമ്പോൾ എത്ര വയസ്സ് തോന്നും? നമ്മളത് പറയാൻ പാടില്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ ആരോടും പറയില്ല. ഒരു 27. അത്ര വന്നോളോ? കുറച്ച് പറഞ്ഞതാണോ? സത്യം പറ. അല്ല, സത്യമായിട്ടും 29. ഓ ഗ്രേറ്റ്. ഈ ഇയർ എനിക്ക് 30 ആവും. അടിപൊളി.
അടിപൊളിന്നോ? അടിപൊളിയൊന്നും അല്ല, ടാസ്കാ. ഓക്കെ, ഇപ്പോൾ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ സിനിമയിൽ ഏത് നടൻ്റെ കൂടെ അഭിനയിക്കാനാണ് ആഗ്രഹം? ഏത് നടൻ്റെ കൂടെ? പുതിയതാണോ പഴയതാണോ? ആരായാലും ഒരു ഫേവറേറ്റ് നടൻ ഉണ്ടാവുമല്ലോ, അവരുടെ കൂടെ അഭിനയിച്ചാൽ കൊള്ളാം, അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളാം. ഫേവറേറ്റ് നടൻ എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും അയ്യോ ഇവര് എന്നെ അക്സെപ്റ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു തോട്ട് എനിക്കുണ്ട്. എന്നാലും അങ്ങനെ ആസിഫ് അലീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആസിഫ് അലി എന്ന് പറഞ്ഞൊരു നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് പുള്ളീനെ ആരും അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുള്ളി ചെയ്യുന്ന ഓരോ ആക്ടിങ് ഒക്കെ ആണെങ്കിലും നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു പോകും. ആസിഫ് അലീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരത്തെ പറയുമായിരുന്നെങ്കിൽ എനിക്ക് തിലകൻ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പുള്ളീൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയൊരു റോൾ ചെയ്താൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, പോയി. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു പ്രായത്തിൽ പറയാനാണെങ്കിൽ എനിക്ക് ആസിഫ് അലീനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കി കഴിഞ്ഞാൽ നിറയെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. ഇത്രയും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ആൻസി സർവൈവ് ചെയ്യുന്ന ഒരു വേറിട്ട കോണ്ടന്റ്സ് കൊണ്ടുവന്നാലല്ലേ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആൻസി കോണ്ടന്റ്സ് സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഒറ്റയടിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ആക്ച്വലി ഞാൻ ശരിക്കും ഔട്ടായ ഒരു പേഴ്സണാണ്. ഞാൻ 3 Idiots മീഡിയ നിന്ന് അവിടെ നിന്ന് വന്ന ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് കയറി. ആൻഡ് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കൊറോണയൊക്കെ വന്നു. പിന്നെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡൗൺ ആയി. ആ സമയത്ത് എനിക്കൊരു ഭയങ്കര വലിയ പ്രേമം ഉണ്ടായിരുന്നു, ഭയങ്കര ടോക്സിക് ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ആക്ടിങ് കരിയർ മാറ്റി വെക്കേണ്ടി വന്നു. ദെൻ അത് കഴിഞ്ഞിട്ടൊരു 2 ഇയറിന് ശേഷമാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, നീ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇത് മാറ്റി വെക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു. അത് വർക്കൗട്ട് ആവില്ല, ആളെന്നെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുവാണെന്ന് തോന്നിയ റിയലൈസ് ചെയ്ത ഒരു മൊമെൻറ്റിലാണ് ഞാനത് നിർത്തിയിട്ട് ഓക്കെ എനിക്കിതാണ് വേണ്ടത്, എനിക്കതല്ല, എനിക്കൊരു ആക്ടിങ് കരിയറാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ചൂസ് ചെയ്തത്. ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വന്നു, ചുറ്റും ആൾക്കാരായി, കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സായി. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും അത് വർക്കൗട്ട് ആവുന്നില്ല. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓൺ വോയിസ് ചെയ്താണ് കയറിയത്. സ്റ്റിൽ ഇപ്പോഴും ഞാനത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് കൂടുതലും കംഫർട്ടാണെങ്കിലും ആൾക്കാരിലേക്ക് കൂടുതൽ എത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും റിലേറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇമോഷണലി അല്ലെങ്കിൽ കുറച്ച് കോമഡി ആയിട്ടുള്ള കണ്ടന്റ് ചെയ്താൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും, ഞാൻ ഇതിനകത്ത് നിന്ന് പോകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ലൈഫ് സ്റ്റൈൽ ഫാഷൻ ചെയ്യണം. എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും അറിയാത്തതുകൊണ്ട്, ആ കഴിവ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഗെറ്റ് റെഡി വിത്ത് മീ ചുമ്മാ ഫണ്ണിന് ചെയ്യും, അതൊന്നും ശരിയാവാറില്ല. പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ കയറിപ്പോവും. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എൻ്റെ വായിൽ നാക്കുകൊണ്ട്. സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഭയങ്കര ഇഷ്ടം. ആ നാക്കുകൊണ്ടാണ് ഞാൻ പിടിച്ചത്. എന്നോട് പണ്ട് മുതൽ എല്ലാവരും പറയും, ഈ നാക്കില്ലായിരുന്നെങ്കിൽ പണ്ടേ പട്ടി കൊണ്ടുപോയാനെന്ന്. വീട്ടുകാരാണ് ആ ഡയലോഗ് കൂടുതൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ഈ കരിയർ ഇവിടെയുള്ള ആക്ടിങ്ങിൽ പരിചയമുള്ള ഫ്രണ്ട്സ് എല്ലാം പറയുന്നത്, നിന്റെ സംസാരമാണിത്, അപ്പോൾ ഈ സംസാരം വിഷയമാണ്, അപ്പോൾ ആ ഇത് വെച്ചിട്ടേ നിനക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതലും എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നത് എനിക്ക് തോന്നുന്നത് നാക്ക് വെച്ചിട്ടാണ്. എപ്പോഴെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ എന്ന് തിരിച്ച് ആ ഒരു പ്രൊഫഷനിലേക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ് തോന്നിയിട്ടുണ്ട്. അത് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി പ്രശ്നം വന്ന ടൈമിൽ ആക്ച്വലി എനിക്ക് അങ്ങനെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഇല്ലായിരുന്നു. എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഇതിനകത്തും പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യും ആൾക്കാരെ, ഭയങ്കര ട്രസ്റ്റുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ആൾക്കാരെ കുറേ സഹായിച്ചിട്ടുണ്ട്, കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് കുറേ ഫിനാൻഷ്യൽ ലോസസ് വന്നു. സ്റ്റിൽ എനിക്ക് ഇപ്പോഴും ഞാൻ അത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇതിന്. അപ്പോൾ ഞാൻ കുറേ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തു, കുറേ ലോൺ എടുത്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ഞാൻ ഇത്രയും നാളും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുറേ പൈസ അങ്ങനെ പോയി. അപ്പോൾ സ്റ്റിൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും, കാരണം ഞാൻ ഭയങ്കരമായിട്ട് കണ്ണടച്ച് വിശ്വസിച്ചു ആൾക്കാരെ. അപ്പോൾ എൻ്റെ പേരിൽ ഞാൻ ലോൺ എടുത്തു കൊടുത്തു, അവരത് അടച്ചില്ല. അപ്പോൾ ബാങ്കുകാർ വീട്ടിൽ വന്നു, അങ്ങനെ പ്രശ്നമൊക്കെ ആയി. അപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. എൻ്റെ മൊത്തം കൊടുത്തു. ഈവൻ എൻ്റെ ഗോൾഡ് അടക്കം ഞാൻ ഇവർ വന്നിട്ട് എടി എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നീ എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ കൊണ്ടുപോയിക്കോ. അപ്പോൾ അത് പോയി, കിട്ടൂലത്, അതെനിക്ക് അറിയാം കിട്ടൂലെന്ന്. പക്ഷേ കിട്ടുമായിരിക്കും എന്നുള്ളൊരു തോട്ടുണ്ട്. പിന്നെ അടുത്ത ആൾ വന്നിട്ട് എടി എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പം ഞാൻ ഓക്കെ അങ്ങനെ കൊടുത്ത് ഓർണമെൻറ്റ്സ് ഫുൾ പോയി, എല്ലാ ഓർണമെൻറ്റ്സും പോയി. എനിക്ക് തോന്നുന്നു 2nd സ്റ്റഡ് മുതൽ എൻ്റെ ഡയമണ്ട് മൂക്കുത്തി വരെ ഞാൻ ഊരി കൊടുത്തിട്ടുണ്ട്.
അപ്പം അങ്ങനെ പോയി അതൊന്നും തിരിച്ച് കിട്ടില്ല. ചോദിച്ച അവസ്ഥയിൽ ഏതാണ്ട് നമ്മൾ അവരുടെ അടുത്ത് കടം ചോദിക്കുന്ന ഒരു അവസ്ഥയായി, ബ്ലോക്ക് ചെയ്യലായി. അങ്ങനെ അവസ്ഥയായി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ലോസ് വന്നു. ആ ടൈമിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊന്ന് നിർത്തി എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാൽ മതി എന്നുള്ളൊരു തോന്നി. എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് 2 വീലർ അറിയാം ഓടിക്കാൻ, ഞാൻ 2 വീലർ ഓടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു സുമാറ്റോ ഓടിക്കാൻ പോയാലോ, സ്വിഗ്ഗി ഓടിക്കാൻ പോയാലെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എൻ്റെ പഴയ പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം മെഡിക്കൽ പ്രൊഫഷനിൽ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ ഞാൻ ആ ഒരു 3 ഇയർ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല 2 വർഷം ആക്ടിങ്ങിൽ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു പോയിന്റിൽ വീണ്ടും ആ ഒരു പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നു. ആ ടൈമിൽ 2 ഇയർ ബാക്ക് എനിക്ക് 20 to 21 സാലറി ഉണ്ടായിരുന്നിടത്ത് 2 ഇയർ കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് 10K ആയിരുന്നു ഒരു സാലറി പറഞ്ഞിരുന്നത്. ആ സമയത്ത് അത് എന്നെ കൊണ്ട് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടി ഐഫോൺ എടുത്തു, അല്ലാണ്ട് കുറേ ലോണുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്കിനി ഒരിക്കലും അതിനകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു പോയിന്റിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, ഫാർമസിയിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം ചിന്തിച്ചില്ല. വേറെന്ത് ജോലി കിട്ടും, വേറെന്ത്, കാരണം എനിക്ക് വേറെ കഴിവൊന്നുമില്ല. എനിക്ക് ആകെ കഴിവുള്ളത് ആക്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ. പിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫാർമസിയുടെ ഒരു സർട്ടിഫിക്കറ്റ് വീട്ടിലിങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ കഴിവുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻഷാല്ലാ സോറി അതെൻ്റെ ഫ്രണ്ട് ഒരു മുസ്ലിം ആയതുകൊണ്ട് എപ്പോഴും എൻ്റെ വായിന്ന് ദൂരും. ദൈവം സഹായിച്ച് എങ്ങനെയൊക്കെയോ പറ്റാത്തൊരവസ്ഥയിൽ എവിടെ നിന്നൊക്കെയോ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഇതൊന്ന് നിർത്തിപ്പോവാന്ന്. പക്ഷെ ഞാൻ കുറേ ഇൻ്റർവ്യൂവിലൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ കുറേ സഫർ ചെയ്താണ് ഇവിടം വരെ എത്തിയത്. പിന്നെ നാളെ ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പറയാം ഞാൻ അന്ന് ഒരുപാട് സഫർ ചെയ്തു, ഞാൻ മറ്റേ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയിട്ടാണ് ഇങ്ങനെ വന്നേന്ന് ഒരു ഇൻ്റർവ്യൂവിലിരുന്ന് പറയാം എന്നുള്ളൊരു തോട്ടൊക്കെ എവിടെയോ തോന്നിയതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു. സ്കാമിനകത്ത് പെട്ടിട്ടുണ്ടോ? സ്കാമിനകത്ത് പെട്ടിട്ടൊന്നുമില്ല. എന്നിങ്ങനെ ആപ്പുകളുടെ പ്രൊമോഷനും പിന്നെ മറ്റേ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ മറ്റേ ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ നല്ല എനിക്ക് തോന്നുന്നു 1 lakh വരെ ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എനിക്ക് ഒരു ഇതുണ്ട് ആൾക്കാരെ ചതിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ നിന്നിട്ടുണ്ട്. സ്കാമുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ സ്കാമുകളൊന്നും ചെന്ന് പെട്ടിട്ടില്ല. ഓക്കെ, ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടോ? കോണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ബാഡ് മെമ്മറീസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ട്. ആ ഒരു ഇത് കാരണം കൊണ്ട് മാത്രം, കോണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് ആണെന്നുള്ള കാരണം കൊണ്ട് മാത്രം പോയിട്ടുണ്ട് ആൾക്കാർ. അത് ഭയങ്കര ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ നമുക്ക് മാത്രം ഇങ്ങനെ, നമ്മളും മനുഷ്യരല്ലേ, ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എടോ അത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആകും. ഞാനാണെങ്കിൽ ആൾക്കാരായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആകും. അപ്പോൾ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യും, പെട്ടെന്ന് കണക്റ്റ് ആവുകയും ചെയ്യും. ഞാൻ ഒരാളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡിൽ തന്നെ ഇവരെൻ്റെ ആരോ ആണ്, ഞാൻ ഇവരായിട്ട് ഭയങ്കര ആത്മബന്ധമാണ്, ഇവരെനിക്കിനി എല്ലാം ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. പക്ഷെ അവർക്കത് ആയിരിക്കണം എന്നില്ല, ഓഫ്കോഴ്സ് അത് ആയിരിക്കണം എന്നില്ല, പക്ഷെ അതെൻ്റെ ചിന്തയുടെ പ്രശ്നമാണ്. അപ്പം അങ്ങനെ നിന്നൊരു ടൈമിൽ ഞാനൊരു പേഴ്സണായിട്ട് കണക്റ്റായി. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കണക്റ്റായി പോയി. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പം എന്താ ശരിയാവാത്തെ? അത് നീ ആക്ടിങ് കരിയർ അല്ലേ, അപ്പോൾ എൻ്റെ ഒരു നോർമൽ ലൈഫാണ്, അപ്പോൾ അതുമായിട്ട് മാച്ചായി പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തുകൊണ്ടെന്ന് എനിക്ക് ആദ്യം തോന്നിയില്ല. ഞാൻ ആക്ടറാണ്, എൻ്റെ പ്രൊഫൈല് കണ്ടിട്ടും ഞാൻ എൻ്റെ പാസ്റ്റ് പറഞ്ഞിട്ടൊക്കെ ആണല്ലോ നമ്മൾ റിലേഷൻഷിപ്പിലായത്, പിന്നെ എന്താണെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞാൽ അതെനിക്ക് അന്ന് എനിക്ക് തോന്നിയില്ല, പക്ഷെ ഞാൻ ഇന്ന് ചിന്തിച്ചപ്പോൾ അത് ശരിയാവില്ല എന്ന് തോന്നി. കാരണം എൻ്റെ ഒരു നോർമൽ ലൈഫാണ്, തൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞു അതെന്താ, എനിക്ക് 2 കാലും തനിക്ക് അത് തന്നെ സെയിം തന്നെ ഉള്ളത്, എക്സ്ട്രാ കൊമ്പൊന്നും എനിക്കില്ലല്ലോ, ഞാൻ ഭയങ്കര നോർമൽ പേഴ്സണാണ്. താൻ ഇത്രയും നാളും കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് വല്ല കൊമ്പുള്ളതായിട്ട് തോന്നും, ഇടയ്ക്ക് വല്ല കൊമ്പും മുളയ്ക്കുന്ന. ഞാൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ആ ദേഷ്യപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കരയുകയും ചെയ്യും. പക്ഷേ ഞാൻ ഇങ്ങനെ വിചാരിക്കും ദേഷ്യപ്പെട്ടിട്ട് അവർ പോവണ്ട, അപ്പോൾ സാമാന്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഞാൻ ചോദിച്ചു എന്താ നമുക്ക് സംസാരിക്കാം. അപ്പോൾ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഞാനത് ഒരുപാട് തിങ്ക് ചെയ്തു, അത് ശരിയാവത്തില്ല, വർക്കൗട്ട് ആവത്തില്ല, ബിക്കോസ് ഇതാണ് കാരണം. എനിക്ക് തോന്നുന്നു ഞാൻ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഒരു പോയിന്റിൽ നമ്മൾ നമ്പർ കൊടുക്കുമല്ലോ, അങ്ങനെ സമയത്ത് വിളിച്ച് സംസാരിച്ച് നമ്മൾ കാണാമെന്ന് പറയും. അങ്ങനെ ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ടേ പോകത്തുള്ളൂ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അപ്പോൾ ഞാൻ ആരെങ്കിലും കൊണ്ടുപോയി ഞാൻ ഡേറ്റിങ്ങിന് പോകാം, നീയും വാ എന്ന് പറയും. അപ്പോൾ ഇവർ പറയും ഞാൻ എന്തിനാണ് വരുന്നത്, അങ്ങനെ
അങ്ങനെയല്ല, എനിക്ക് അറിയത്തില്ലല്ലോ, നിങ്ങളൊന്ന് വന്ന് സൈഡിലിരുന്നാൽ മതി എന്ന് പറയും. അപ്പോൾ പറയും ഓക്കെ ശരി. പിന്നെ അവർക്കറിയാം ഞാൻ ആദ്യമേ മണ്ടത്തരം കാണിക്കുന്നു. ബിക്കോസ് ഇന്ന് കണ്ട ആളുടെ കൂടെ ഇവർ നോക്കുമ്പോഴേക്കും ഞാൻ നാളെ ചായം കുടിച്ച് കൈയും പിടിച്ചോണ്ടൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇവരെന്നോട് ചോദിക്കും ഒരു ഒറ്റ ദിവസമല്ലേ കണ്ടിട്ടുള്ളൂ, പറഞ്ഞു പാവാടി, അയ്യോ തങ്കം പോലൊരു പയ്യനാടി എന്നൊക്കെ പറയും. അപ്പോൾ ഇവരാരെങ്കിലും വന്ന് സംസാരിച്ച് കഴിഞ്ഞാലും അവർ സെറ്റാവും. സെറ്റായി കഴിഞ്ഞിട്ടും ഒരു പോയിന്റിൽ ഇങ്ങനെ പോകും. അങ്ങനെ എനിക്ക് തോന്നുന്നു 2-3 അങ്ങനെ പോയിട്ടുണ്ട്. പിന്നീടും അവരെന്നോട് പറയും ഇനി ചെന്ന് ചാടരുത് കേട്ടോ എന്ന്. പക്ഷെ ഞാൻ അറിയാതെ ഒന്ന് ചാടും. വള്ളി പിടിക്കൽ എനിക്കൊരു വീക്ക്നെസ്സാ. ഈ നമ്മുടെ റീലിലൊക്കെ ഇങ്ങനെ ആൾക്കാർ മെൻഷൻ ചെയ്യാൻ പറയുമല്ലോ, മെൻഷൻ ദാറ്റ് ടാഗ് വള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ മെൻഷൻ ചെയ്യും. പിന്നെ വള്ളി പിടിക്കൽ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാ. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ വിശ്വസിക്കുക ആൾക്കാരെ. സ്നേഹം എവിടെ നിന്ന് കിട്ടിയാലും ഞാനിങ്ങനെ ഓക്കെ വാ. പക്ഷെ ഞാനിങ്ങനെ ഒരെണ്ണം കഴിയുമ്പോൾ തന്നെ ഞാൻ ഇല്ല, ഇനി ഞാൻ ഫുള്ളി കോൺസെൻട്രേറ്റ് എൻ്റെ വർക്കിലായിരിക്കും. പക്ഷെ ഏത് വഴി ഇത് വരുമെന്നും എനിക്കറിയത്തില്ല. വന്നു കഴിയുമ്പോഴേക്കും ഞാൻ പറയും തങ്കം പോലെ ഒരു പയ്യനാടി എന്ന് പറയും. ഇവളുമാർ സത്യം പറയുന്ന ആട്ടും, പറയുന്ന തെറി എനിക്ക് പറയാൻ പറ്റൂല. ഇപ്പോഴും എനിക്ക് ഒന്ന് വർണ്ണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട്, എനിക്ക് ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലായിപ്പോയി. ഞാൻ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ എത്തി. അങ്ങനെ എത്തി പുള്ളിക്കാരത്തി ആണ് എന്നെ ഇങ്ങനെ ബാക്ക് ടു ലൈഫിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഇനി ആരെയും വിശ്വസിക്കരുതെന്ന് തോന്നിയൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ആരെയും വിശ്വസിക്കരുത്, പറയുന്നുണ്ടെന്ന് തോന്നരുത് കേട്ടോ, ബോയ്സിനെ ആരും വിശ്വസിക്കരുത്, എല്ലാവരും ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യും എന്ന് തോന്നിയൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ എനിക്ക് തോന്നുന്നൊരു 2 വർഷം ഞാൻ എടുത്തു എൻ്റെ ബാക്ക് ടു ലൈഫിലേക്ക് തിരിച്ചു വരാൻ. അതെൻ്റെ വീട്ടുകാർക്കും അറിയില്ല കാര്യമൊന്നും. ഞാൻ സൂയിസൈഡ് ചെയ്യുന്നൊരു പോയിന്റ് വരെ എത്തി, കൈയൊക്കെ മുറിച്ചു. കാരണം ഫിനാൻഷ്യലി ഭയങ്കര ലോസ്. ഞാൻ ആ സമയത്ത് ഫിനാൻഷ്യലി ഭയങ്കര ലോസായി. എനിക്ക് വർക്കിന് പോകാൻ പറ്റുന്നില്ല, മെൻ്റൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക, തിരിച്ചു വരണം എന്ന് തോന്നിയെങ്കിലും തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ തിരിച്ചു വന്നു. ഓക്കെ, ആ ബ്രേക്കപ്പിന്ന് പഠിച്ച കാര്യം എന്താണ്? പഠിച്ചില്ല, ഇപ്പോഴും പഠിച്ചില്ല എന്ന് വേണം പറയാനായിട്ട്. ആക്ച്വലി ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞില്ല, 2 വർഷം ടൈം എടുത്തു എനിക്ക് ആ ഒരു ഭയങ്കര ട്രോമയെന്ന്. എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക് വയലൻസ് ആ ഒരു സ്റ്റേജ് വരെ എത്തിയായിരുന്നു എൻ്റെ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാനായിട്ട് ഏകദേശം ഒരു 2 വർഷം ടൈം എടുത്തു. ശരിക്കും പറഞ്ഞാൽ ആ 2 വർഷം കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ പഠിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ഞാൻ പഠിച്ചില്ല. ഒന്നില്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളത് ചിന്തിച്ചാൽ മതി. നീ 2 വർഷം എടുത്തു പഴയ ലൈഫിലോട്ട് നീ തിരിച്ചു വരാൻ. അത്രത്തോളം സ്ട്രഗിൾ ചെയ്തു, കരഞ്ഞു, നിലവിളിച്ചു, ഫുഡ് കഴിക്കാതിരുന്നു, ആരോഗ്യം മൊത്തം പോയി, ഫുള്ള് സ്കിന്ന് പോയി, ആരോഗ്യം പോയി. ഒന്നും എനിക്ക് തോന്നുന്നു എൻ്റെ കുടലൊക്കെ ചുരുങ്ങിപ്പോയി. എനിക്ക് ഒരു ലിമിറ്റിന് കൂടുതൽ എനിക്കിപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. മെൻ്റൽ ട്രോമയായി, ഫ്രണ്ട്സ് എല്ലാം പോയി, ക്യാഷും പോയി. എല്ലാ അവസ്ഥ ഒന്ന് ഓർത്താൽ മതി അടുത്തതിലോട്ട് ചാടുമ്പോൾ. പക്ഷെ ഞാൻ മറന്നുപോകും. കഴിഞ്ഞ ഒരു ദിവസം വരെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവൾ ഉപദേശിക്കുക, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ഇത്രയും ചെയ്തു, അല്ലെങ്കിൽ നീ ഇത്രയും കരഞ്ഞു, ഇന്നൊരു പേഴ്സണിന് വേണ്ടി നീ ഇത്രയും കരഞ്ഞു, നീ ഇത്രയും കാല് പിടിച്ചു, നീ ഇത്രയും സ്ട്രഗിൾ ചെയ്തു, എൻ്റെ മുമ്പിൽ കിടന്ന പട്ടി മോങ്ങുന്ന പോലെ നീ മോങ്ങിയത്, എന്നിട്ട് നീ എന്തിനാ അവനെ കാണാൻ പോയി? അപ്പം ഞാൻ വിളിച്ചപ്പോൾ ചുമ്മാ കാണാൻ പോയി. അപ്പം എന്നോട് വെച്ച് നിനക്ക് ഉളുപ്പില്ലേ? ഇല്ല. എന്നിട്ട് ഞാൻ സ്റ്റോറി ഇട്ടു അത്. അപ്പം എന്നോട് പറഞ്ഞു നീ അത് സ്റ്റോറിയും ഇട്ടു, എന്തിന്? എന്നിട്ട് അതും പുള്ളിനെ ഭയങ്കര പൊക്കി പിടിച്ചിട്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടേ. അപ്പോൾ അവളെന്നോട് പറഞ്ഞു നാണോ മാനോ ഇല്ലേ? ഇല്ല. ഞാൻ പറഞ്ഞു എടാ മനുഷ്യനല്ലേ, തെറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു 2 വർഷത്തെ ആ ടൈമിന് ശേഷം പിന്നീട് സംഭവിക്കുന്ന കുറേ ബാഡായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറന്നു പോകും.